KPCTA വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ KPCTA വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ KPCTA കണ്ണൂർ മേഖലാ സെക്രട്ടറി പ്രജു കെ പോൾ സ്വാഗതവും കണ്ണൂർ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ പ്രജിത പി അധ്യക്ഷതയും വഹിച്ച പരിപാടി എഴുത്തുകാരൻ വിനോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കും. എന്തിനാണ് ആ യുദ്ധം? ശരിക്കും ഞാൻ പറയാം, ഇറാനിലെയും ഇസ്രായേലിലെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഭംഗിയായി നടക്കാനുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്, വീട്ടിലെ ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതം, അവളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സുഗമമായി കൊണ്ടു നടക്കാനാണ് ലോകത്തെ. അതിന് കോട്ടം വരരുത്. അതിനുവേണ്ടിയാണ് ആ യുദ്ധങ്ങൾ നടക്കുന്നത്, തീരുമാനങ്ങൾ. ഞാൻ ആലോചിച്ചങ്ങ് പോകുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരമ്മ ആ അമ്മയുടെ കുഞ്ഞിന് ജീവിക്കാൻ വേണ്ടി, അതായത് വളർച്ച എത്താതെയാണ് സ്ത്രീകൾ പ്രസവിക്കുന്നത്, കുഞ്ഞിനെ പ്രസവിക്കുന്നത്. നമ്മുടെ മനുഷ്യക്കുഞ്ഞ് വളരെ പ്രധാനപ്പെട്ട, അത് ഹരാരി പറയുന്നുണ്ട്, സാപ്പിയൻസ് ഹരാരി കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നോടുകൂടി സ്ത്രീകളുടെ അരക്കെട്ട് ഒതുങ്ങിപ്പോവുകയും പ്രിമച്ചുറായിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞിന് ഒരു 10 വയസ്സ് കഴിഞ്ഞാലേ എങ്ങനെയാലും താഴ്ത്തി നടക്കാൻ, അല്ലെങ്കിൽ വർഷത്തിൽ 10 വയസ്സെങ്കിലും എത്താം. ആ 10 വയസ്സ് വരെ എത്തിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും ഈ കുഞ്ഞ് 10 വയസ്സ് വരെ എത്താൻ വേണ്ടിയാണ് ഒരുമിച്ച് താമസിക്കുന്നത്. പശു പ്രസവിച്ച പോലെ വേഗം പ്രസവിച്ചിട്ട് കാവ് തുള്ളിച്ചാടി പോകുമായിരുന്നെങ്കിൽ കുടുംബം എന്ന സംവിധാനം ഇല്ല. മൗത്ത് പെയിന്റർ സുനിത തൃപ്പാണിക്കര, ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാവ് രമണി സി എന്നിവരെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. KPCTA ഭാരവാഹികളായ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, ഡോക്ടർ ഷിനോ പി ജോസ്, ലത ES, ഡോക്ടർ സെബിൻ ജോർജ്, ഡോക്ടർ രാജശ്രീ K, ദിരാഷ് RS എന്നിവർ സംസാരിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിക്കുന്ന നാപ്കിൻ വെൻഡിംഗ് മെഷീൻ പദ്ധതിയുടെ സമർപ്പണവും വേദിയിൽ വെച്ച് നടന്നു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ജില്ലയിലെ നമ്പർ 1 ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, പൂർണ്ണ സുരക്ഷിതത്വം, 1 കോടി രൂപ വരെ വായ്പ നൽകുന്നു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം, ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ